ഇത് കല്ലാച്ചി മത്സ്യ മാംസ മാർക്കറ്റ്. നാദാപുരം പഞ്ചായത്തിൽ മാത്രമല്ല, വാണിമേൽ, വളയം, നരിപ്പറ്റ, ആയഞ്ചേരി തുടങ്ങിയ നിരവധി പഞ്ചായത്തുകളിലെ ധാരാളം ആളുകൾ മത്സ്യവും മാംസവും വാങ്ങിക്കുവാൻ എത്തിച്ചേരുന്ന പ്രധാന വിൽപ്പന കേന്ദ്രമാണിത്. ഇന്നിവിടെ മത്സ്യവ്യാപാരം നടക്കുന്നത് റോഡിനടുത്താണ്. എന്തെന്നല്ലേ, മാർക്കറ്റിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയുണ്ട്. അത് തന്നെ നാറ്റം കൊണ്ട് അങ്ങ് അടുക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഈച്ചയും പ്രാണികളും നിറഞ്ഞിട്ടുണ്ട്. അവിടെവിടെയായി മലിനജലം ഒഴുകുന്നുമുണ്ട്. ഉള്ളിലൊന്ന് കയറി നോക്കി, കോഴി മാലിന്യം പലയിടങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുകയാണ്. 3 ദിവസമായി അത് നീക്കം ചെയ്യാത്തതെന്ന് വ്യാപാരികൾ പറയുന്നു. കാലങ്ങളായി അറവ് മാലിന്യം കിലോ 3 രൂപ പ്രകാരം ശേഖരിക്കുന്നവരെ ഒഴിവാക്കാനും പകരം 5 രൂപ നിരക്കിൽ പഞ്ചായത്ത് ഏർപ്പാടാക്കിയ ആളുകൾ മാലിന്യം സ്വീകരിക്കാൻ വരാത്തതുമാണ് മാലിന്യം കുന്നുകൂടാൻ കാരണമെന്നാണ് DYFIയും മറ്റ് പ്രതിപക്ഷ സംഘടനകളും ആരോപിക്കുന്നത്. നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ ഈ വിൽപ്പന കേന്ദ്രം പല പ്രാവശ്യം വിവാദങ്ങളിൽപ്പെട്ടതാണ്. കോഴി മാലിന്യം നീക്കം ചെയ്യാത്ത പഞ്ചായത്ത് നടപടിക്കെതിരെ DYFI സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ കല്ലിൽ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഈ മാർക്കറ്റിലെത്തിയ അധികൃതർ ചിക്കൻ സ്റ്റാളുകൾ താൽക്കാലികമായി അടച്ചിടാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രാഷ്ട്രീയ തർക്കങ്ങൾ മാറ്റിവെച്ച് എത്രയും പെട്ടെന്ന് ശുചീകരണം പൂർത്തിയാക്കി മാർക്കറ്റ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.